വീട്ടിൽ കൂട്ടയടി നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? പണിപ്പുര ടാസ്കിന് വേണ്ടി എന്നും ത്യജിക്കാൻ ഉറച്ച് ആദിലയും നൂറയും. എല്ലാം ചർച്ച ചെയ്യാം. ഡേ 17 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തിലോട്ട് പോകാം. ഇതിനകത്ത് സൂക്ഷ്മമായിട്ടും നിരീക്ഷണ പാതകത്തോടു കൂടി കളിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3-4 പേര് മാത്രമാണ് അങ്ങനെ കളിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഗെയിം തന്നെ കണ്ടാൽ അറിയാം അവരങ്ങനെ കളിക്കുന്നവരാണെന്ന്. അതായത് അവരൊന്നിലും ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യുന്നില്ല, കൂട്ടത്തോടെ പോയി ആക്രമിക്കുന്നില്ല. കൂട്ടത്തോടെ പോയി ആക്രമിക്കാൻ അവസരം ഉണ്ടാക്കുന്നുണ്ട്. അവരെ തന്നെ കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് അവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ വഴക്കാണ് നടക്കുന്നത്. അനുവിൻ്റെ പ്രശ്നത്തിലാണ് വഴക്ക് നടക്കുന്നത്. അത് ചെറിയൊരു പ്രശ്നമാണ്, അത് കത്തിക്കുന്നു എന്ന് മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു അവിടെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്മാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുവിന് പൊക്കം കുറവാണല്ലോ, ഓൾറെഡി അനുവിന് പൊക്കം കുറവാണ്. അപ്പോൾ അനു എന്ത് ചെയ്തു, കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ കുറച്ച് പൊക്കമുണ്ട്. അപ്പോൾ അനു അതിൻ്റെ മുകളിലോട്ട് കയറിയിരുന്നു, സ്ലാബിൻ്റെ മുകളിലോട്ട് കയറിയിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്ക്, അതായത് അവിടെ വെച്ചിട്ടാണ് ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതും അതുപോലെ തന്നെ പരത്തൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അതായത് ബാക്കിയുള്ളവർക്ക് ഇത് അനവസരമാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് ആർക്കാണ്? ശൈത്യക്കാണ്. അപ്പോൾ ശൈത്യ ഗ്രൂപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഇത് പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശൈത്യ, അനു നീ എന്താണ് ചെയ്യുന്നത്? സ്ലാബിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കരുത്, മാത്രമല്ല നീ ഉപയോഗിച്ച തവി പിന്നെ എടുത്ത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വിഷയമാണ്. എല്ലാവരും കൂടെ അടിപിടിയായി, പിന്നെ ഒരു പൂരപ്പറമ്പായി പോലെയായി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അനു അങ്ങനെ ഇരുന്നാൽ എന്താണ് പ്രശ്നം? ശൈത്യ, നീ പലപ്പോഴും സ്പൂൺ എടുത്തിട്ട് അവിടെ പലപ്പോഴും തിരിച്ചും അതുപോലെ എടുത്ത് പിന്നെ അതിനകത്ത് ഇടുന്നുണ്ട് എന്നാണ് പറയുന്നത്, ശൈത്യ പറയുന്നത്. അപ്പോൾ ഒനിയൽ പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, നോൺസെൻസ്, അണ്ടർ നോൺസെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആര്യൻ ഇത് അനുമോള് ചെയ്ത പോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കിച്ചൻ്റെ സ്ലാബിന് മുകളിൽ കയറിയിട്ടാണ് കേട്ടോ അതൊക്കെ കാണിക്കുന്നത്. അതുപോലെ കാണിക്കുന്നു. അതിനുശേഷം നാളെ ഇങ്ങനെ ചെയ്താലോ, ചപ്പാത്തി പരത്തുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആരെയും പറയുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ മുമ്പ് അനീഷിനോടായിരുന്നല്ലോ ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, അറ്റാക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് അനുവിനോട് തിരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരാണോ അതോ ഇത് ഗെയിം കളിക്കാൻ വന്നവരാണോ? കാരണം എന്തിനാണ് മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ കൂട്ടത്തോടെ പോകുന്നത്? ഒരു ചെറിയൊരു കാര്യമല്ലേ, അതങ്ങ് പറഞ്ഞ് തീർക്കുക, അത്രയല്ലേ വേണ്ടൂ. അങ്ങനെ അപ്പോൾ അതിന് ശേഷം പറയാണ്, അനു അപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനു വിട്ടുകൊടുക്കുന്നില്ല. നിനക്ക് പൊക്കം കുറവാണെങ്കിൽ നീ വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യും, ഇളക്കാൻ പറ്റിയത്. അപ്പോൾ ആദിൽ പറയാണ്, എനിക്ക് തരുന്നില്ല, അവിടെ തന്നെ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആളികത്താണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒനിയൽ ഹൈജീൻ ഇഷ്യൂ, ഷാനവാസ്, അനീഷ്, ജിസേൽ ഇവരൊന്നും ആ പരിസരത്തേ ഇല്ല. അനീഷ് പിന്നെ എന്തോ മാറി നിന്നിട്ട് പുള്ളിക്കാരന് കൈ മനസ്സിലായിട്ടുണ്ട്, അനീഷ് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സംശയമുണ്ട്. ആ കാരണം പുള്ളിക്കാരൻ മാറി നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജിസേലിനെ പിന്നെ ആ ഭാഗത്തേ കാണാനില്ല. അതുപോലെ തന്നെ ഷാനവാസം മിണ്ടാതിരിക്കുകയാണ്, ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഈ പരിസരത്തേ ഇല്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇതിലിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വടി കൊടുത്ത് അടി വാങ്ങാൻ വേണ്ടി നമ്മുടെ അബി വരികയാണ് ചെയ്യുന്നത്. അബി വന്നിട്ട്, എടി നിന്നോട് അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരിക്കരുത് കേട്ടല്ലോ. അപ്പോൾ അനു, നീ പോടാ ഇറങ്ങി, വന്നേക്കുന്നു നീ എന്നാണ് പറയുന്നത്. നീ എന്നെ അപ്പോൾ അബി, നീ എന്നെ പുല്ലേന്ന് വിളിച്ചോ? നീ എന്നെ പുല്ലേന്ന് വിളിച്ചോ അല്ലേ? അപ്പോൾ അനു, ഞാനങ്ങനൊന്നും വിളിച്ചില്ല, ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബി, നീ എന്നെ വിളിച്ചു, നീ എന്നെ പുല്ലേന്ന് വിളിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നീ എന്നെ പേര് വിളിച്ചാൽ മതി കേട്ടോ, മര്യാദയ്ക്ക് അങ്ങനെ വിളിച്ചോളണം കേട്ടോളി പുല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പം ആരായി? നീ എൻ്റെ പേരാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ് അബി തുടങ്ങി.
അപ്പം അനു എത്ര പ്രാവശ്യം ഇവിടെ ഉള്ളവർക്ക് ഡാഷ് എന്ന് വിളിച്ചിട്ടുണ്ട്, നീ തെറി വിളിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും നിനക്ക് ഈ കുഴപ്പമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അബി, നീ എന്നെ തിരുത്തിയോ എന്നെ? അപ്പം അനു, ഞാൻ നിന്നെ തിരുത്തി, നീ വിളിച്ചപ്പോൾ ഞാൻ നിന്നെ തിരുത്തിയിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ അബി, ഈ അനുവിനെ ആരും ഇനി സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ അങ്ങനെ തീരാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദില പറയുന്നു, എനിക്ക് തരുന്നില്ല, ഇവളാണ് ഇളക്കുന്നത്, എനിക്ക് തരുന്നില്ല എന്ന് പറയുന്നു ആദില. അപ്പോൾ അതിനുശേഷം അടുത്ത പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രശ്നം സരികയും ശാരികയും തമ്മിലാണ് ഉണ്ടാകുന്നത്. ശാരിക, നിങ്ങൾ എന്തിനാ കൊളാഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഒരാളെ കൊളാഡ് ചെയ്യാൻ തന്നെ കൊളാഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സരിക, നിങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പരത്തുന്ന സമയത്ത് കൊളാഡ് ചെയ്തിട്ടില്ല, ആ സമയത്ത് ഇവിടെ ചോദിക്കണമായിരുന്നു എന്നാണ് സരിക പറയുന്നത്. അപ്പം അനു, ഈ പറഞ്ഞ ആൾക്കാരും വെള്ളം പോലും ഒഴിക്കത്തില്ലല്ലോ അല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അക്ബർ, അടുത്ത പ്രശ്നം ഇനി വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കഴിയുന്നില്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അക്ബർ, നീ കണ്ടോടി മറ്റവളെ. അപ്പം സരിക, അനു, നീ നാണം കെടും, അതായത് ആണുങ്ങളുടെ നിന്ന് മേടിച്ചിട്ട് നീ നാണം കെടും. അപ്പോൾ അക്ബർ, ഇവൾ വന്നോ ബാത്റൂമിനകത്ത് കഴുകാൻ? ഇവൾ നമ്മുടെ ഒപ്പം വന്നോ? അതിൻ്റെ പേരിൽ അനുവിന് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അനു പോയിരുന്ന് കരയിൽ തുടങ്ങി. അതിനുശേഷം നമ്മുടെ പിന്നീട് കംപ്ലൈൻറ്റ് പറയലാണ് നടക്കുന്നത് കേട്ടോ. അതായത് രേണും ശാരിക ബിന്നി ഇവരൊക്കെ കൂടിയിട്ട് നമ്മുടെ അക്ബറിനെയും അക്ബാനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതായത് ഇവർ രാത്രി ഇവരെ ഉറക്കം കളഞ്ഞു എന്നുള്ള കംപ്ലൈൻ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം അനീഷ് ഷാനവാസിനും സരികയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ബാത്റൂം ക്ലീൻ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സരിക പറയുന്നു, ഞാൻ ക്ലീൻ ചെയ്തിരുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ്, പക്ഷേ കവറെടുത്ത് പൊതിഞ്ഞ് പുറത്ത് വെച്ചിരുന്നു, അത് അകത്ത് വയ്ക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അനീഷ് അവിടെ പോയപ്പോൾ അതായത് ആൾക്കായിട്ട് കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് ഹീ ഹോ ഹാ ഹാ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ചിരിച്ചിട്ട്. അപ്പോൾ അനീഷ് ചിരിയൊന്നും വരുന്നില്ല. അപ്പോൾ അനീഷ് പറയാണ്, നിൻ്റെ ഈ പുഞ്ചിരി നാടകം എൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ, നടക്കില്ലടാ. ബാത്റൂമിനകത്ത് കവറെടുത്ത് നീ വെച്ചില്ലല്ലോ, നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും കേട്ടോ, പുഞ്ചിരി കാട്ടി നടക്കണ്ട എന്നാണ് പറയുന്നത്. ആ പ്രശ്നം അവിടെ കഴിയുന്നു. അതിനുശേഷം നമ്മുടെ ബിന്നിയും ആരും തമ്മിലൊരു വഴക്കുന്നുണ്ടാകുന്നുണ്ട്. ആര്യൻ, നീ വലിയ കാര്യമൊന്നും പറയണ്ട, നീ വെസൽ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് നമ്മുടെ ഫ്ലോർ ക്ലീനിൽ കളിയാക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് വഴക്ക് അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആണ് നമ്മുടെ മുഖ്യമായ പ്രശ്നം, രേണുവിൻ്റെ കാര്യമാണ് വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു ഇവർക്ക് ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേരെന്ന് പറയുന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതുമായ വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യം തന്നെ വരുന്ന അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിനെയാണ് പറയുന്നത് ഓവർ ശുചിത്വം എന്നാണ് പറയുന്നത്. ബിന്നിനെ ഓവർ ശുചിത്വം എന്നും ഷാനവാസിനെ വൃത്തിയില്ലാത്ത അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ശരത്ത് വന്നിട്ട് അക്ബറിനെ മോശമായിട്ടും അതുപോലെ തന്നെ ബിന്നീനെ നല്ലതായിട്ടും പറയുന്നു. അതിനുശേഷം അബി വരുന്നു, ശൈത്യനെ നല്ലതായിട്ടും രേണുവിനെ മോശമായിട്ടും പറയുന്നു. അതിനുശേഷം നമ്മുടെ ഷാനവാസ് വരുന്നു, അനീഷിനെ മോശമായിട്ടും അനീഷിനെ നല്ലതായിട്ടും റെനേനെ മോശമായിട്ടും പറയുന്നു. അതിനുശേഷം ശാരിക വരുന്നു, ബിന്നീനെ പറയുന്നു മോശമായിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം ശൈത്യ വരുന്നു, ജിസേലിനെ മോശമായിട്ട് പറയുന്നു, ബിന്നീനെ നല്ലതായിട്ട് പറയുന്നു. അനീഷ് വരുന്നു, അനുവിനെ നല്ലതായിട്ട് പറയുന്നു, സരികനെ മോശമായിട്ട് പറയുന്നു. അതിനുശേഷം സരിക വരുന്നു, അനുവിനെ മോശമായിട്ടും അനീഷിനെ നല്ലതായിട്ടും പറയുന്നു. അതിനുശേഷം അക്ബർ വരുന്നു, ആര്യനെ നല്ലതായിട്ടും ബിന്നീനെ മോശമായിട്ടും പറയുന്നു. അതിനുശേഷം രേണു വരുന്നു, അനീഷിനെ നല്ലതായിട്ടും പറയുന്നു, അബിനെ അതായത് മോശമായിട്ടും പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങനെ ടാസ്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ആണ് അനു അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ രേണുവിനെ മോശമായിട്ട് പറഞ്ഞില്ലേ, അതായത് പേൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ വിഷയമാണ് പിന്നീട് രേണുവിന് അതങ്ങ് പറഞ്ഞത് നന്നായിട്ട് ഫീൽ ചെയ്തു. അതായത് രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം രേണു നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം രേണുവിന് ഭയങ്കര സങ്കടമായിട്ട് മാറിപ്പോയിരുന്ന് കരയാണ് ചെയ്യുന്നത്.
അപ്പോൾ രേണു പറയാണ്, എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? തലയിൽ പേൻ ഉള്ള കാര്യം, എൻ്റെ മുടിയിൽ എക്സാൻഷൻ തേച്ചതുകൊണ്ട് എനിക്കറിയത്തില്ല. എനിക്ക് 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ബിഗ് ബോസ് എന്നെ പുറത്ത് വിടണം. ഞാൻ എക്സാൻഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ രേണു, എനിക്ക് താല്പര്യം ഇല്ല, ഞാൻ പോണു ഇവിടെ നിന്ന്. എന്നോട് അതായത് ഇവിടെ നിന്നാണ് പറയുന്നത്. അതായത് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ഇത് നാട്ടുകാരൊക്കെ കേൾക്കെ, നാട്ടുകാരാകെ കേൾക്കെ നാണക്കേടായി എന്നാണ് അതായത് രേണു പറയുന്നത്. രേണു പറഞ്ഞിട്ട് കരയാണ് ചെയ്യുന്നത്. അയ്യോ എനിക്ക് വീട്ടിൽ പോണേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞു വിട്ടേക്ക് ബിഗ് ബോസ്, ഞാൻ പോണു, ഞാൻ ക്വിറ്റ് ചെയ്തേക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. ഞാൻ ക്വിറ്റ് ചെയ്തോളാം, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രേണു ഭയങ്കര കരച്ചിലാണ് ചെയ്യുന്നത്. പിന്നെ അവരെല്ലാവരും രേണുവിനെ പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റനയും ആദിലും നൂറയും തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പ്രമോലത്തെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രമോനകത്ത് ഭയങ്കര സംഭവങ്ങളായിട്ടാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മുടെ ആദിൽ നൂറയും കാര്യങ്ങളൊക്കെ ഔട്ടാവുന്ന കാര്യങ്ങളാണ് കാണിച്ചിരുന്നതെങ്കിൽ അതിനകത്തൊന്നുമില്ല കേട്ടോ, വലിയ സംഭവം കാര്യമായിട്ടൊന്നുമില്ല. ബിഗ് ബോസ് എല്ലാവരെയും വിളിപ്പിക്കുന്നു. വിളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് വിങ്സ് ഒന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അവിടെ വിങ്സ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, എന്താ അനീഷ് വിങ്സ് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ്, എൻ്റെ വിങ്സ് ആരോ മോഷ്ടിച്ചു, പകരം ഒരു വൃത്തികെട്ട വിങ്സ് അവിടെ കൊണ്ടുചെന്ന് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തില്ല, എനിക്ക് ചൊറിച്ചിൽ വരുന്നുണ്ട്, രാത്രി ഇട്ട് കിടക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, വലിയ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് വരുന്നത് കിച്ചണിൽ. അപ്പോൾ കിച്ചണിൽ ഗ്യാസ് ഓണാണോ? ആ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ അനുഭവം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരത്ത്, അനു അതെ. അപ്പോൾ ശരത്ത്, എന്തോ നാടി നിൻ്റെ പ്രശ്നം, അത് ഓഫാക്കാൻ മേലായിരുന്നോ എന്ന് പറഞ്ഞ്, നീ എന്തിനാ അത് ഓൺ ചെയ്തിട്ട് ആക്കിയിട്ട് വന്നേ, എന്തിനാ അത് അങ്ങനെ ആക്കിയിടരുത് എന്നാണ് ശരത്ത് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ്, ശ്രദ്ധിക്കുക, അടുക്കളയിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരും? അപ്പോൾ എല്ലാവരും ഉണ്ട് ബിഗ് ബോസ്, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് 3 ദിവസത്തിന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിച്ചണിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ബിഗ് ബോസ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതായത് ഇനി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയ്യോ പാല് വേണം, അയ്യോ കിഴങ്ങ് വേണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ ശരി, എന്തൊക്കെ വേണമെന്ന് പറയൂ. അപ്പോൾ വലിയ ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എനിക്ക് ഒരു നെയിൽ കട്ടർ വേണം. അപ്പോൾ ശരത്ത്, പോടാ നെയിൽ കട്ടറോ അടുക്കളയിലേക്കോ എന്നാണ് പറയുന്നത്. ആ പ്രശ്നം അങ്ങനെ അവസാനിക്കുന്നു. പിന്നെ ബിഗ് ബോസ് പറയുകയാണ്, ഓരോ വസ്ത്രങ്ങൾ ഇടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായില്ലേ, അതായത് നിൽക്കുന്നു, അതായത് ഈ ഒരേ വേഷത്തിൽ നിൽക്കുന്നത് കുറേ ദിവസങ്ങളായില്ലേ, പ്രേക്ഷകർ കണ്ടിട്ട് ഇത് മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. ഈ ടാസ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 750 പോയിൻ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അടുക്കളയിലുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ. പക്ഷേ ഇനിയാണ് വരുന്നത്, പക്ഷേ നിങ്ങൾ ഒരാളെ ത്യജിക്കണം എന്ന് പറയുന്നു, ഒരാളെ ത്യാഗിയാക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ത്യാഗികളാവാൻ റെഡി എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും കൈ പൊക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ നെവി പറയാണ്, എൻ്റെ ഇവിടുത്തെ ലക്ഷ്യം എല്ലാം കഴിഞ്ഞു ബിഗ് ബോസേ, ഞാൻ ഓൾറെഡി ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു, ഞാൻ ഓൾറെഡി ഫേമസ് ആയി കഴിഞ്ഞു, എനിക്കിനി എപ്പോൾ പോയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യാം, എല്ലാവരും റെഡിയാണോ? അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ്, അബി, ആര്യൻ ഇവർ റെഡിയല്ല, കാരണം ഇവരുടെ കയ്യിൽ ബാഡ്ജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് ബിഗ് ബോസിൽ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ വരികയാണ്. ഒരു പേപ്പറിനകത്ത് നറുക്കും കാര്യങ്ങളൊക്കെ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നറുക്ക് വീഴുന്നത് ആദിൽ നൂറയ്ക്കാണ് വീഴുന്നത്. ഇനിയാണ് പ്രമോല് കണ്ട ആ സംഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ ത്യജിക്കാൻ തയ്യാർ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വാ എന്ന് പറയുകയാണ് ചെയ്യുന്നത് അനീഷ്. അപ്പോൾ അനീഷ്, നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾ 100% കൊടുത്തു. അപ്പോൾ അതിൽ ഇയാളുടെ ഒരു ഉപദേശം ആർക്ക് വേണം, ഒന്നും മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ്, നിങ്ങൾ കളിക്കൂ, നിങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നും മിണ്ടാതിരിക്കണോ ബിഗ് ബോസേ, ഇയാളെ ഇവിടെ പിടിച്ച് പുറത്താക്ക് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നു,
പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല ത്യജിക്കേണ്ടി വരിക, ചിലപ്പോൾ മറ്റുള്ളവർക്കും ത്യജിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അതായത് ആദ്യയോടും നൂറോടും നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്നത്. ആക്ടിവിറ്റി ഏരിയയിലാണ് അവർക്ക് ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്നത് രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇവർ കളിക്കുന്നത് പ്ലാസ്മ ടി വിയിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ 4 കാർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 4 പെഡസിലായിട്ട് 4 കാർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ 4 കാർഡുകൾ എടുക്കുന്നതിന് മുന്നേ എനിക്ക് സാധിക്കാത്തത്, എനിക്ക് ഇതിൽ കഴിയില്ല, ഇങ്ങനെയൊന്നും പറയുന്നവരല്ല, ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് പറയണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ കാർഡ് വെച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് കാർഡ് എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് 750 പോയിൻറ്റ്, 3 ടാസ്ക്. റെഡിയാണ് ഇതാണ് ഫസ്റ്റ് കാർഡിലുള്ളത്. സെക്കൻഡ് കാർഡിൽ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. എന്താണോ എന്തോ, ഇപ്പോൾ തുടങ്ങിയിട്ട് 3 ആഴ്ച ആയതുള്ളൂ, അതിന് മുമ്പേ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അതാണ് രണ്ടാമത്തെ കാർഡിലുള്ളത്. മൂന്നാമത്തെ കാർഡിൽ ഫാമിലി റൗണ്ടിൽ വരാൻ കാത്തിരിക്കുന്ന 3 പേരുടെ പേര്, ഫാമിലി ആരാണ്? അപ്പോൾ ഇവരുടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന 3 പേരുടെ പേര് പറയാൻ പറയുന്നു. അപ്പോൾ പേര് പറയുകയാണ് ചെയ്യുന്നത്. ശരത്ത്, അയ്യോ എൻ്റെ അപ്പോൾ ശരത്ത് അയ്യോ എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ശരത്ത് ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പേര് രേണു, ഓ എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നു. അവിടെ കരച്ചിൽ തുടങ്ങി. അടുത്ത് റന, അവിടെ പ്രത്യേകിച്ച് കരയിലും കാര്യങ്ങളൊക്കെ അവിടെയും തുടങ്ങി. അങ്ങനെ 4ാമത്തെ കാർഡ്. ഇപ്പോൾ 3 ഫാമിലിയുടെയും വരവ് വേണ്ട എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 750 പോയിൻറ്റ്. ഇതാണ് 4ാമത്തെ കാർഡിലുള്ളത്. അപ്പോൾ ആദില നൂറ പറയുന്നു ഫോട്ടോ കാർഡിലും വലുത് ഇമ്പോർട്ടൻ്റ് ആണ്, മൊമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നൂറ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. 750 പോയിൻറ്റ് വേണമെന്ന് നൂറ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു 2 പേരും പോയി വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്തത്. എന്തിനപ്പോൾ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തേ? വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാനാണെങ്കിൽ എന്തിനാണ് ടാസ്ക് കൊടുത്തേ? ശരിക്കും അവിടെ നിർത്തി കളിപ്പിക്കണമായിരുന്നു. കാരണം അവർ 2 പേരും ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കണമായിരുന്നു. വീട്ടിലുള്ളവരൊക്കെ ചർച്ച ചെയ്തിട്ട് അവിടെ ആണെങ്കിൽ എൻ്റെ പൊന്നി മക്കളെ കാണണം, എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം പറഞ്ഞിട്ട് അപ്പാഞ്ഞി 3 പേരുടെയും ഫാമിലി വരികയാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങളുടെ 750 പോയിൻറ്റ്, അതായത് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് 750 പോയിൻറ്റ് വേണ്ട, ഫാമിലി വീക്ക് വേണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 750 പോയിൻറ്റ് നഷ്ടമായി, ഫാമിലി മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഒരു 1000 പോയിൻറ്റ് കിട്ടി. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് 1250 പോയിൻ്റാണ്. അതിന് വേണ്ടിയാണ് നിങ്ങൾ ഇനി, അതായത് അടുത്ത ടാസ്ക് വരുമ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങൾ കളിക്കേണ്ടത്. അതായത് ഈ 750 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ആ പണിപ്പുരയിൽ പോകാനുള്ള ആ 20 സെക്കൻഡിനുള്ള പെർഫെക്റ്റ് പ്ലാൻ കിട്ടുമായിരുന്നു. പക്ഷേ അവർ എന്ത് ചെയ്തു? ഇവിടെ ശരിക്കും മണ്ടത്തരം കാട്ടി. അത് ടാസ്ക് അങ്ങ് കോളാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് ടാസ്ക് അങ്ങ് കോളാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. കാരണം അടുത്ത ടാസ്ക് വരുമ്പോൾ അതിനുള്ള വേണ്ടി ഓരോ ടാസ്കുകൾ കൊടുക്കുമായിരിക്കും ഇവർക്ക്. ഫുഡ് വേണ്ട, ഡ്രസ്സ് വേണ്ട, ഇങ്ങനെയുള്ളൊരു മട്ടിലേക്ക് വന്നു ഇവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേണ്ട, ഡ്രസ്സ് വേണ്ട, അതൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു മത്സരാർത്ഥികൾ എല്ലാവരും. കാരണം 3 പേരുടെയും ഫാമിലി വരികയാണല്ലോ. ഫാമിലി ചിലപ്പോൾ ടി വിയിലൊക്കെ ആയിരിക്കും കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും ഇവരുടെ ഇടയിൽ ചിലപ്പോൾ അടി വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ചിലപ്പോൾ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോമിനേഷൻ, അതൊക്കെ വരുമ്പോൾ അടി വരും. ഒന്നല്ലെങ്കിൽ ഈ 3 പേരുടെ ഫാമിലിനെ പ്ലാസ്മ ടി വിയിൽ കാണിച്ചു കൊടുക്കും ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാവും ഒടുക്കത്തെ ഒരു അടി കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ? എന്തായാലും എനിക്കിതിനോട് യോജിക്കുന്നില്ല. കാരണം 750 പോയിൻ്റ് എടുത്തിരുന്നെങ്കിൽ അവർക്ക് പെർഫെക്റ്റ് പ്ലാൻ ഉറപ്പാണ്. കാരണം അവരൊന്നും നോക്കാതെ പെർഫെക്റ്റ് പ്ലാൻ എടുക്കണമായിരുന്നു. 750 പോയിൻ്റ് എടുക്കണമായിരുന്നു. അതിലിപ്പോൾ 100 പറഞ്ഞു 750 പോയിൻ്റ് മതിയെന്ന്. പക്ഷേ ഇവർ തീരുമാനിച്ചെന്താ? ഇവർ ഇവിടെ പൊന്നു മക്കളെ എന്നൊക്കെ അല്ലേ, അപ്പോൾ ഫാമിലി വീക്ക് മതിയെന്ന് തീരുമാനിച്ചു.
ഫാമിലിയാണ് മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മണ്ടന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കളിക്കുന്നവർ മണ്ടന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് പ്രധാനം എന്താണ്, 750 പോയിൻറ്റ് സ്വന്തമാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അത് ചെയ്യാതെ എന്ത് ചെയ്തു, 750 പോയിൻറ്റ് മാറ്റി ഇവർ ഫാമിലി തിരഞ്ഞെടുത്തു. ഇനി നോക്കിക്കോ, ചിലപ്പോൾ ഓപ്പൺ നോമിനേഷൻ വരും, അതായത് ഇവരുടെ മുമ്പിൽ വെച്ച് നിന്നിട്ടുള്ള നോമിനേഷൻ വരും. അപ്പോൾ ഒരു അടി പൊട്ടും, അത് വരും, അതെന്തായാലും വരും. അല്ലെങ്കിൽ 2 പേരായിട്ടുള്ള ഡയറക്റ്റ്, അതായത് 2 പേര് അവിടെ പോയിട്ട് 2 പേര് ആരെങ്കിലും ഒരാൾ നോമിനേറ്റ് ചെയ്യാൻ പറയുമല്ലോ, അപ്പോഴായിരിക്കും അടി പൊട്ടുക. ഇതെന്തായാലും അടി പൊട്ടും. അടി പൊട്ടണ ഒരു കേസാണ് ഇതിപ്പോഴൊന്നും ആളി കത്തില്ല, ഇനി നോമിനേഷൻ വരുമ്പോഴാണ് ആളി കത്തുക. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.